ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അരിപ്പത്തിരി ആയിട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോട്ടുകാരുടെ അരിപ്പത്തിരി. നിങ്ങൾക്ക് അരിപ്പത്തിരി ഇപ്പോൾ ചുട്ടിട്ടും ശരിയാവാത്ത ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ അത് കറക്റ്റ് ആവാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അരിപ്പത്തിരി നല്ല പെർഫെക്റ്റായിട്ട് ചുട്ടെടുക്കാൻ അറിയേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കുക, എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കും കേട്ടോ. ഞാനിതാ അരിപ്പത്തിരിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഒരു 3 കപ്പ് അരിപ്പൊടി എടുത്ത് കിട്ടോ. ഞാൻ അജ്മീൻ്റെ മലബാർ പത്തൽപ്പൊടി ഒറോട്ടിപ്പൊടിയാണ് കേട്ടോ ഇവിടെ യൂസ് ആക്കുന്നത്. നിങ്ങൾക്ക് നമ്മളെ വീട്ടിൽ സാധാരണ പച്ചരിയും നമ്മൾ ചോറിൻ്റെ അരിയും കൂടെ കുതിർത്തി വെച്ചിട്ട് പൊടിപ്പിക്കൂലേ, സാധാ മില്ലിൽ കൊടുത്തിട്ട് അങ്ങനത്തെ അരി എടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഞാനിതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇളം ചൂടുള്ള വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് നല്ലോണം കുഴച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പത്തിരി ഉള്ളും പുറവും ഒക്കെ നല്ല സോഫ്റ്റാണ് വേണമെങ്കിൽ, നമ്മളെ താള പോലത്തെ പത്തിരിയാണ് വേണമെങ്കിൽ നമ്മൾ എടുക്കുന്ന വെള്ളം നല്ല ചൂടുള്ള വെള്ളം എടുക്കുക. അതിനിപ്പോൾ ഞാൻ ചൂടുന്ന പോലത്തെ പത്തിരി ഉള്ളു നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള പത്തിരിയാണ് വേണമെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം എടുക്കുക. പിന്നെ നിങ്ങൾക്ക് നല്ല ഹാർഡായിട്ട് ഉള്ളും പുറവും ഒക്കെ നല്ല ഹാർഡായിട്ടുള്ള പത്തിരിയാണ് വേണമെങ്കിൽ നല്ല ചൂട് കുറവുള്ള വെള്ളവും കൂടി യൂസ് ആക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ചായിരിക്കും നമ്മളെ പത്തിരിയിൽ വരുന്ന മാറ്റങ്ങൾ. എന്നിട്ടിപ്പോൾ ഞാൻ നല്ലോണം എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ട് കയ്യിൽ ലേശം എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിങ്ങനെ എത്ര വലുപ്പത്തിലാണ് ചുട്ടെടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു ബോളാക്കിയിട്ട് കൈൻ്റെ അടിയിലിട്ട് നല്ലോണം ഉരുട്ടിയെടുക്കുക. നല്ല പ്രസ് ചെയ്തിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക, എന്നാലാണ് നമ്മളെ പത്തിരിക്ക് നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താണെങ്കിൽ നമ്മൾ ഇങ്ങനെ പരത്തുന്ന ടൈമിൽ പത്തിരിൻ്റെ സൈഡൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ ഞാനൊരു നാരങ്ങനേക്കാളും നല്ല വലുപ്പത്തിലാട്ടോ എടുത്തത്. എന്നിട്ട് നമ്മൾ കല്ല് നല്ലോണം ചൂടായി വന്നതിന് ശേഷം നല്ലോണം ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതാ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്താൽ മതി. നമ്മൾ പരത്തുമ്പോൾ എന്താക്കുക, നമ്മൾ കൈ കൊണ്ടിട്ട് പത്തിരിയില്ലേ അതിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമ്മൾ പത്തിരി നല്ല ഷേപ്പായിട്ട് വരും. എന്നിട്ട് നമ്മൾ പരത്തുന്ന എപ്പോഴും ഒരേ സ്ഥലത്ത് വെച്ചിട്ട് പരത്തിയാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ പത്തിരി പരത്തി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നമ്മൾ പരത്തുന്ന ആ ഒരു സ്പേസ് ഫ്രീ ആയി കിട്ടും. അതേപോലെ ഓരോ പത്തിരി ചുട്ടെടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, കല്ലിൻ്റെ മുകളിലേക്ക് നല്ലോണം ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ പത്തിരി ചുടുമ്പോൾ ആദ്യം ചുട്ട് വെച്ച പത്തിരികൾ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഞാനിതാ ഒരു ടൈമിൽ ഒരു ട്രിപ്പാക്കിയിട്ട് ഒരു 7 പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താക്കുക, നമ്മൾ ചുടുന്ന ടൈമിൽ നല്ലോണം തീ വെച്ചെടുത്തതിന് ശേഷം പിന്നെ ഒന്ന് തീ മീഡിയത്തിലേക്ക് ആക്കി വെച്ചെടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പത്തിരിൻ്റെ ഓരോ ഭാഗവും കരിഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ എന്താക്കുക, പത്തിരി തിരിച്ചും മറിച്ചും എല്ലാം ഇട്ടെടുത്തിട്ട് നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ പത്തിരി വെന്തെന്ന് അങ്ങനെ മനസ്സിലാവുകയെന്ന് വെച്ചാൽ നമ്മളെ പത്തിരിൻ്റെ ഉള്ളൊന്നിങ്ങനെ പൊന്തി വരും. ഒരുപാട് പൊന്തി വരില്ല, ജസ്റ്റ് നമ്മൾ പരത്തി വെച്ചതിനേക്കാൾ കൂടുതലൊന്ന് പൊന്തി വരും. എന്നിട്ട് നമ്മൾ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഉരുട്ടിയെടുത്താൽ മതി കൈ വെച്ചിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ പത്തിരി ചുടാൻ ഉപയോഗിക്കുന്ന ചട്ടകില്ലേ അത് വെച്ചിട്ടും ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ സൈഡൊക്കെ നല്ല കറക്റ്റ് വെന്തിട്ട് കിട്ടും കേട്ടോ. അതുപോലെ നമ്മളെ പത്തിരിക്കല്ല് ചൂട് ഒരുപാട് തട്ടുന്നതിനനുസരിച്ച് ഇതിൻ്റെ എണ്ണയൊക്കെ പോയി കഴിഞ്ഞിട്ട് പത്തിരിക്കല്ല് ഡ്രൈ ആയി ഇങ്ങനെ വരും. ആ ടൈമിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പത്തിരിക്കല്ലിലേക്ക് ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പത്തിരി കരിഞ്ഞു പോകും. ഇതെല്ലാം ഒന്ന് നോക്കി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പത്തിരി നല്ല പെർഫെക്റ്റ് ആയി കിട്ടും കേട്ടോ. അങ്ങനെ ഞാനിതാ പത്തിരി എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരിക്ക് നല്ല മൊഞ്ചിലെടുത്ത് വെച്ച് കിട്ടും. ഫ്ലെയിം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ കൂടെ കഴിക്കാനിതാ നല്ല അടിപൊളി കോഴിമുള ഇട്ടുണ്ട് കേട്ടോ. കുറച്ച് നല്ല തിക്കല്ലാത്ത നല്ലൊരു കോഴിക്കറിയും കൂടെ ഉണ്ടെങ്കിൽ അരിപ്പത്തിരി നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ തിന്നാൻ. പത്തിരിൻ്റെ കൂടെ കഴിക്കാൻ കോഴിക്കറി തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മളെ ചമ്മന്തി ഇല്ലേ, ചുവന്ന ചമ്മന്തി, അതും ഇന്നലത്തെ കുറച്ച് മീൻമുളോട്ട് മാത്രം മതി. അടിപൊളി ടേസ്റ്റ് ആട്ടോ അങ്ങനെ കഴിക്കാനും. പിന്നെ നമ്മളെ മുരിങ്ങൻ്റെ ഇലക്കറിയും എല്ലാം നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ, നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ ഇങ്ങനെ നല്ല ലൂസായിട്ടുള്ള ചിക്കൻ കറിയും നല്ല ടേസ്റ്റാണ്, നല്ല കോഴിമുളട്ടാണ് കേട്ടോ ഇത്. ഇങ്ങനെ അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടാൻ ഒന്ന് നമ്മൾ ഫ്ലെയിമും എടുക്കുന്ന വെള്ളവും ഒക്കെ ഒന്ന് തന്നെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്കത് അടിപൊളി അരിപ്പത്തിരി കിട്ടും. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടാണ് നമ്മളെ പത്തിരി ഉള്ളത്. അപ്പോൾ എന്താക്കുക, നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണോ പത്തിരി ഹാർഡായിട്ട് വേണമെങ്കിൽ അങ്ങനെ, സോഫ്റ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വേണമെങ്കിൽ ഇതേപോലെ ആ ഒരു വെള്ളത്തിൻ്റെ മാത്രം
ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും പത്തിരി ചുട്ടാൽ അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതേപോലെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പത്തിരി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയും എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.